വ്യാജമാല മോഷണക്കേസിൽ യുവതി അപമാനിക്കപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരും. പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ.എ. വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ബിന്ദുവിനെ അപമാനിച്ച കേസിൽ വീട്ടുടമയുടെയും സസ്പെൻഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തും. ശ്രീനന്ദ എസ്.പി. ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, വ്യാജമാല മോഷണക്കേസിൽ യുവതി അപമാനിക്കപ്പെട്ട സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും തെളിവെടുപ്പുണ്ടാകുക? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ബിന്ദുവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ബിന്ദു മൊഴിയിൽ പറയുകയുണ്ടായി 20 മണിക്കൂർ തനിക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട പീഡനം എന്ന് പറയുന്നത് സത്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എസ്ഐയും അതുപോലെ തന്നെ എഎസ്ഐയും തന്നോട് അപമര്യാദയായിട്ട് പെരുമാറി. വെള്ളവും ആഹാരവും ചോദിച്ചപ്പോൾ തന്നോട് മോശമായി ചീത്ത വിളിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മാല മോഷണം പോയി എന്ന് പറയപ്പെടുന്ന മാല തിരികെ കിട്ടിയ ശേഷം അത് തിരികെ കിട്ടിയെന്നോ അല്ലെങ്കിൽ അത് ലഭിച്ചു എന്നുള്ള യാതൊരു കാര്യങ്ങളും ഈ ബിന്ദുവിനെ അറിയിച്ചിരുന്നില്ല എന്നൊരു കാര്യം കൂടി ബിന്ദു പറയുകയുണ്ടായി. എന്തായാലും 20 മണിക്കൂർ താൻ നേരിട്ട പീഡനങ്ങൾ സത്യമാണ്, അതിൽ താൻ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ സസ്പെൻഷനിലുള്ള എസ്ഐക്കും എഎസ്ഐക്കും എതിരെയും ബിന്ദു മൊഴി നൽകിയിട്ടുണ്ട്. ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാകും ഇന്ന് വീട്ടുടമയും അതുപോലെ ഓമന ഡാനിയലിനെയും അതുപോലെ തന്നെ സസ്പെൻഷനിലുള്ള എസ്ഐയും എഎസ്ഐയും ചോദ്യം ചെയ്യുക. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമാണ് ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതിന്റെ നടപടികൾ അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 7 തന്നെ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ കോടതി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഡിവൈഎസ്പിയോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്തായാലും ബിന്ദു തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താൻ നേരിട്ട പീഡനങ്ങളെല്ലാം തന്നെ സത്യസന്ധമായിട്ടുള്ളതാണ്, താൻ കള്ളം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു 20 മണിക്കൂർ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസികമായ പീഡനങ്ങൾക്ക് തക്കതായ ഒരു ശിക്ഷ ഇത് അനുഭവിക്കാനിടയായവർക്ക് നൽകണമെന്ന് തന്നെയാണ് ബിന്ദു ഇന്നലെ പത്തനംതിട്ട ജില്ലാ ഡിവൈഎസ്പി ആയ വിദ്യാധരനോട് പറയുകയുണ്ടായത്. എന്തായാലും ഇന്ന് ഈ സസ്പെൻഷനിലുള്ള എസ്ഐയും എഎസ്ഐയും അതുപോലെ തന്നെ ഈ വീട്ടുടമ മാല മോഷണം പോയി എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത വീട്ടുടമയായ ഓമന ഡാനിയലിനെയും ചോദ്യം ചെയ്യും അല്ലെങ്കിൽ മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. ഒരു പേരൂർക്കടയിൽ ഒരു യുവതി, അതും സ്ത്രീയെ രാത്രി ഒരു 20 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ അടച്ചിടുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെക്കുക എന്ന് പറയുന്ന നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമാണ് ഇതിനൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ മാസം അവസാനം അല്ലെങ്കിൽ ഈ മാസം ആദ്യത്തോടെ തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ ഈ പരാതിക്ക് തക്കതായൊരു റിപ്പോർട്ട് നൽകണമെന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ശരി ശ്രീനന്ദ, വ്യാജമാല മോഷണ കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ തെളിവെടുപ്പ് ഇന്ന് നടക്കും. ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.